ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് നമ്മുടെ ടച്ച് ആൻഡ് ഫ്ലിക്ക് കൺട്രോളിലെ ഷോട്ട്സും പാസും സ്റ്റണ്ടിങ് പാസ്, സ്റ്റണ്ടിങ് ക്രോസ്, സ്റ്റണ്ടിങ് ഷോട്ട് ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം. അത് സിമ്പിളാണ്, അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. മിക്കവരും കളിക്കുന്നത് നോർമൽ കൺട്രോൾ പ്ലേ ആണ്. ഇതിപ്പോൾ അഡ്വാൻസ് കൺട്രോൾ പ്ലേ എന്ന് പറയും. നേരത്തെ പെസ്സിലായിരുന്നു, ഇപ്പോൾ ഇത് ടച്ച് ആൻഡ് ഫ്ലിക്കായി. അഡ്വാൻസ് കൺട്രോൾ പകരം ടച്ച് ആൻഡ് ഫ്ലിക്കായി. നമുക്ക് നോക്കാം. ട്രെയിനിങ്ങിൽ നമ്മൾ ആദ്യം പോയി എക്സ്ട്രാസിൽ ട്രെയിനിങ് എടുത്ത് നമുക്ക് ഇവിടെ ട്രെയിൻ ചെയ്യാം. നമ്മുടെ ഡ്രീം ടീം എടുക്കുക, നമ്മുടെ സ്വന്തം ടീം ട്രെയിൻ ചെയ്യാം. ഫ്രീ ട്രെയിനിങ്, അറ്റാക്കിംഗ് പ്രാക്ടീസ്, പ്രാക്ടീസ് മാച്ച്, ഫ്രീ കിക്ക്, ഇത് ഏത് നമുക്ക് സെലക്ട് ചെയ്യാം. മനസ്സിലാവും? ഇതെല്ലാം എടുക്കുന്ന അനുസരിച്ച് നമുക്കിവിടെ പ്രാക്ടീസ് വരുന്നത്. നമ്മളൊരു അറ്റാക്കിംഗ് പ്രാക്ടീസ് എടുക്കുന്നു. ഇതിലാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ചെയ്ത് പഠിക്കാനില്ല. നമുക്ക് ഗൈസ് ഇപ്പോൾ ഇത് വരും, കണ്ടോണം. നമ്മുടെ പ്ലേയേഴ്സ് അല്ല ഇപ്പം നമ്മുടെ ഇവിടെ അസംബിൾ ആയിട്ടുണ്ട്. എംബാപ്പെ. നമുക്ക് ആദ്യം സ്റ്റണ്ണിങ് ഷോട്ട് പഠിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഗൈസ് നോക്കിയോ, ലെഫ്റ്റ് ക്ലിക്ക്, ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്വൈപ്പ്, സ്റ്റണ്ണിങ് ഷോട്ട്, ഗോൾ. കണ്ടോ? ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് സൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുക. കണ്ടോ ഗൈസ്? വളരെ സിമ്പിൾ അല്ലേ? ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടെ അങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുന്നു. സിമ്പിൾ അല്ലേ? എവിടെ വെച്ച് എങ്ങനെ വേണം നമുക്ക് സ്റ്റണ്ണിങ് ഷോട്ട് എടുക്കാം. കണ്ടോ? സ്റ്റണ്ണിങ് പാസ്സായിപ്പോയി. ഗൈസ് നോക്കൂ, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒന്ന് സ്വൈപ്പ് ചെയ്യുന്നു അങ്ങോട്ട്. ക്ലിക്ക്, സ്വൈപ്പ്. കണ്ടോ ഗൈസ്? ഗൈസ് നോക്കിയോ, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒന്ന് സ്വൈപ്പ് ചെയ്യുന്നു റൈറ്റിലേക്ക്. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, സ്വൈപ്പ് ചെയ്യുന്നു. കണ്ടോ ഗൈസ്? അടുത്ത നമുക്ക് കർവിങ് ഷോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ടച്ച് ആൻഡ് ഫ്ലിക്കിൽ നോക്കിയോ, റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി താഴോട്ട്. റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക, ഒന്ന് റൈറ്റിലേക്ക് തന്നെ ഒന്ന് സ്വൈപ്പ് ചെയ്യുക. ടെൻഷൻ കൊണ്ട് ഇതില്ലാത്തത് കൊണ്ടാണ്, കർവിങ് ഇല്ലാത്തതുകൊണ്ടാണ് പോകാത്തത്. ഗൈസ് നോക്കിയോ, റൈറ്റിൽ ക്ലിക്ക് ചെയ്തൊന്ന് ചെറിയ ആർക്ക് പോലെ റൈറ്റിലേക്ക് തന്നെ വരയ്ക്കുക. കണ്ടോ? കർവായുണ്ടോ? ഒന്നുകൂടെ നോക്കാം നമുക്ക്. മിസ്സി നോക്കിക്കോണേ, റൈറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുക, ഒന്നുകൂടെ അങ്ങോട്ട് തന്നെ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പുറം സെല്ലാണ് തിരിച്ച് ആയിട്ട് വരയ്ക്കണം. കണ്ടോ? ഗോൾ. ഗൈസ് നമുക്ക് ചിപ്പ് ഷോട്ട് പഠിക്കാം. ചിപ്പ് ഷോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വേണ്ടേ? ഷിഞ്ചുങ്ക പോകുന്നു, റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യണം, അപ്പോഴത്തേക്ക് ചിപ്പ് ഷോട്ട് പോകും. കണ്ടോ? നൈസ് അല്ലേ? സിമ്പിളാണ്. ഇതൊക്കെ അടിപൊളി സ്റ്റെപ്പാണ്. നമ്മൾ ഗോൾ കീപ്പർ കയറി വരുമ്പോൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ചിപ്പ് ഷോട്ട്. കണ്ടോ? ഇപ്പം പ്ലെയർ നമുക്ക് ഗോളിനെ കയറ്റിക്കൊണ്ട് വരില്ലേ പന്ത് പിടിക്കാൻ, അപ്പോഴത്തേക്കും ചെയ്താൽ മതി. കണ്ടോ? ചിപ്പ് ഷോട്ട്. പ്ലെയറുടെ ബോൾ കിട്ടി, ഗോൾ കീപ്പർ വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്യണം. ഇവിടെ മേളിൽ കൂടെ തന്നെ സൂപ്പറായിട്ട് പോകും. കണ്ടോ ഗൈസ്? പോസ്റ്റ് ഇടിച്ചു. ഒന്ന് നോക്കാം. കണ്ടോ? കണ്ടോ? ഇത്ര അടുത്ത് ഗോൾ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൂപ്പറായിട്ട് പോകും ഗൈസ്. അടുത്ത നമുക്ക് സ്റ്റണ്ണിങ് ക്രോസ് നോക്കാം. സ്റ്റണ്ണിങ് ക്രോസ്, പ്ലെയർ വിങ്ങിലേക്ക് പോകുന്നു, ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്രോസ് ഇടുന്നു, അത്രേ ഉള്ളൂ. സ്റ്റണ്ണിങ് ക്രോസ് ആയതുകൊണ്ടോ? ദൈവം ഒന്നുകൂടെ കാണിച്ചു തരാം. പ്ലെയറെ കൊണ്ടുവരുന്നു, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, സാധാ ക്രോസ് കൊടുക്കണം. സ്റ്റണ്ണിങ് ക്രോസ് ആയതുണ്ടോ? നമുക്ക് ക്രോസ് കൊടുക്കാം. സാധാ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ക്രോസ് ഇടുന്നു. കണ്ടോ ഗൈസ്? പോകുന്നതാണ്. ഗൈസ് നോക്കിക്കോണേ, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, സാധാ ക്രോസ് ഇടുന്നു. കണ്ടോ ഗൈസ്? ക്രോസ് കൂടെ കൊണ്ടുവരും, ക്രോസ് കൊടുപ്പിക്കും. സ്റ്റണ്ണിങ് ക്രോസ്, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഒന്ന് സ്വൈപ്പ് ചെയ്യുന്നു. കണ്ടോ? സാധാ ക്രോസ്, ഗോൾ. അടുത്ത് നമുക്ക് സ്റ്റണ്ണിങ് ത്രൂ നോക്കാം. ബോൾ നമ്മൾ സാധാ കൊണ്ടുവന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ത്രൂ കൊടുത്താൽ മതി. കണ്ടോ? പെർഫെക്റ്റ് ത്രൂ പോകുന്ന കാണിച്ചു തരാം ഗൈസ്. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് സാധാ ത്രൂ കൊടുക്കുക, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് സാധാ ത്രൂ കൊടുക്കുക, ലെഫ്റ്റ് ക്ലിക്ക് ത്രൂ കൊടുക്കുക.
ക്ലിക്ക് ചെയ്യുക, ത്രൂ കൊടുക്കുക. കണ്ടോ ഗൈസ്, സ്റ്റണ്ണിങ് ത്രൂ. ഗൈസ് അടുത്ത നമുക്ക് സ്റ്റണ്ണിങ് പാസ് കൊടുത്ത് നോക്കാം. കണ്ടോ, നോർമൽ ചെയ്യുന്ന പാസ് ലെഫ്റ്റ് സൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പാസ് ചെയ്താൽ മതി. കണ്ടോ ഗൈസ്, സ്റ്റണ്ണിങ് പാസ് പോകുന്നുണ്ടോ? അപ്പം പാസിങ്ങിൽ കുറച്ചും കൂടെ ഷാർപ്നെസ് കിട്ടും. പക്ഷെ ഇച്ചിരി ഡിലേ ഉണ്ട്. നമ്മൾ പ്ലെയറെ കിട്ടുന്നതിന് മുമ്പ് ചെയ്താൽ പെട്ടെന്ന് പോകും. കണ്ടോ കണ്ടോ ഗൈസ്, ഇച്ചിരി ഫാസ്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് പോവും. കണ്ടോ ഗൈസ്, സൂപ്പറല്ലേ ഗൈസ്. ഞാൻ എല്ലാം ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ സ്റ്റാൻഡിങ് ക്രോസ്, സ്റ്റാൻഡിങ് ത്രോ കൊടുക്കാം. ഇത് സ്റ്റാൻഡിങ് ക്രോസ്, കണ്ടോ ഗൈസ്, ചിപ്പ് ഷോട്ട് ഗൈസ്. പിന്നെ നമ്മളൊരു ഡ്രിബിൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്, അതെല്ലാം അങ്ങനെ കാണുക. ഫുള്ളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും അത് നോക്കി സ്കില്ലൊക്കെ പഠിച്ച് നല്ല സൂപ്പറായിട്ട് ചെയ്യുക. കണ്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതുപോലുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടുന്ന വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പം ബൈ ഗൈസ്. ഗൈസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക.